ആ എടാ നീ ഇത് എവിടെ പോയതാ നീ? ഉറങ്ങാൻ പറഞ്ഞു ഉറങ്ങുവാണ്. ഇത്ര നേരം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴൊന്ന് കണ്ണടച്ചു. ഞാൻ വർക്കല വരെ ഒന്ന് പോയതാ. എന്തിന്? നമ്മുടെ നടരാജൻ്റെ പരിചയത്തിൽ അവിടെ ഒരു സുശീലൻ എന്ന് പറഞ്ഞൊരു ജോത്സ്യനുണ്ടേ. അപ്പോൾ അയാളെ പോയി കണ്ടു. ഞാൻ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അയാളൊരു ഏലസ് ജപിച്ച് തന്നിട്ടുണ്ട്. അത് ഒന്ന് കെട്ടി ഒരു 2 ദിവസം കഴിയുമ്പോൾ എല്ലാം ഭേദാവെന്ന് പറഞ്ഞു. നന്നായി. കാരണം ഇങ്ങനെ ഇങ്ങോട്ട് മാറിയും കാര്യം അറിയാണ്ട് അങ്ങോട്ട് ആവുമല്ലോ. നമുക്ക് അതൊന്ന് നോക്കാം. എനിക്ക് എൻ്റെ അളിയനെ പഴയ പോലെ തന്നെ കാണണം. അളിയനൊന്ന് വിളിച്ച് തങ്കം ജമന്തി കനങ്ങനെ ഇങ്ങോട്ട് കൊടുന്ന കാശ് കുറയില്ലടാ. 10,000 രൂപയ്ക്ക് മേളിലായി അമ്മ. സാരമില്ല, അളിയൻ്റെ സുഖപ്പെടട്ടെ. വാ മോനെ വാടാ. അവിടെ ഇരുന്ന അളിയ ഒന്ന് എണീറ്റ് ഒന്ന് എണീറ്റ്. അതെ, ഒന്നുമില്ല മാറാൻ വേണ്ടിട്ടേ എല്ലാം ഒന്ന് ഉഷാറാവാൻ വേണ്ടിട്ട് ഞാനൊരു പ്രാർത്ഥന. അളിയൻ്റെ എല്ലാം നല്ലത് വരാൻ വേണ്ടിട്ട് ഞാനൊന്ന് പ്രാർത്ഥിച്ചു. ഒന്നുമില്ല അളിയ, അളിയതൊന്നുമില്ല. അമ്മ ഇതിപ്പോ ഇത് കെട്ടിക്കഴിയുമ്പോ എല്ലാം മാറും അളിയ. അമ്മാവ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്തിന്? അളിയനെ അന്ന് ഭിക്ഷക്കാരൻ വന്നിട്ട് കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് പോയില്ലേ. അപ്പം അളിയൻ പേടിച്ചെന്ന് തോന്നിയപ്പോൾ അളിയനെ കുറച്ചുകൂടെ ഒന്ന് പേടിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ സ്റ്റിക്കറൊക്കെ കൊണ്ടുപൊട്ടിച്ചത്. പിന്നെ മറ്റേ ബൈക്കിൽ നിന്ന് എറിഞ്ഞ് തള്ളിയിട്ടതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞത്. അളിയെ ഒന്നുകൂടെ ഒന്ന് പേടിക്കുക, തമാശയൊക്കെ ജമന്തി. ഞാൻ അല്ലാതെ എന്ത് പണിയൊക്കെയാണോ നീ കാണിച്ചത്? ഇതിൻ്റെ പേരിൽ അളിയിൽ എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം. ഇനിയിപ്പോൾ എത്ര പൈസ ചിലവായാലും ഞാൻ നോക്കിക്കോളാം. ഒന്നുമില്ല അളി, എല്ലാം ശരിയാവും കേട്ടോ. മോതിരം എന്ത് ചെയ്തു? മോതിരം അത് ഭിക്ഷക്കാർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാനായിട്ട് ഞാൻ വിറ്റിട്ട് നീ പറഞ്ഞോണ്ട് കൊടുത്തു. മേടിച്ചു കൊടുത്തു. അതിന് മോതിരം എന്തിനാ കൊടുക്കുന്നത്? അത് മോതിരം കൊടുത്ത് ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ നീ അല്ലേ പറഞ്ഞത്?